പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. 2021 2700 വോട്ടിന് ഇടതുപക്ഷം ജയിച്ച മണ്ഡലം 11,077 വോട്ടിന് UDF പിടിച്ചെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം UDF LDFിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആദ്യത്തെ സീറ്റായിരിക്കും നിലമ്പൂർ. കാരണം പുതുപ്പള്ളി, പാലക്കാട്, തൃക്കാക്കര ഒക്കെ തന്നെ UDFിൻ്റെ സീറ്റുകളായിരുന്നു. UDF നിലനിർത്തുകയാണ് ചെയ്തത്. LDFിൻ്റെ ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പെടുന്നു, അവിടെ LDF നിലനിർത്തും. എന്നാൽ ആദ്യമായിട്ടാണ് LDFിൽ നിന്നൊരു സീറ്റ് UDF പിടിച്ചത്. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ശ്രീമാൻ PV അൻവറിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെക്കുറിച്ചിട്ട് ആണ്. നമുക്കറിയാം, PV അൻവർ കഴിഞ്ഞ ജനുവരിയിൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാജി സമർപ്പിച്ചതുകൊണ്ടാണ് അവിടെ രണ്ടാമത് തെരഞ്ഞെടുപ്പ് വരേണ്ടി വന്നത്. അൻവർ LDFിൽ നിന്ന് രാജിവെച്ചു, UDFിലേക്ക് കയറാൻ ശ്രമിച്ചു. അത് നടക്കാതെ പോയി. അവസാനം കുറച്ച് ദിവസം മാത്രമേ പ്രചരണത്തിന് കിട്ടിയുള്ളൂ. ആ സമയത്ത് PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചു. അപ്പോൾ PV അൻവർ എന്ത് ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയീഭവിച്ചിരുന്നു. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൻവർ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന് ആദ്യം ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പോകെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത് ഒരു 15,000+ വോട്ടെങ്കിലും അൻവർ പിടിച്ചിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതിനടുത്തേക്ക് എത്തി എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അൻവർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാരൻ്റെ ഈ റെലവൻസ്, അയാളുടെ പ്രസക്തി എന്താണ് എന്നുള്ളതും അയാളെ ഈ 19,700 വോട്ട് എങ്ങനെ അവിടെ പിടിച്ചു എന്നുള്ളതും സംബന്ധിച്ചിട്ട് ഉള്ള ചില നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അൻവർ വലിയ തോതിലുള്ള പ്രചരണമൊന്നും അൻവറിന് അവിടെ നടത്താൻ പറ്റിയില്ല. LDFിനും UDFിനും ഈ പറഞ്ഞ പോലെ ഒരു ഡു ഓർ ഡൈ ബാറ്റിലായിരുന്നതുകൊണ്ട് അവർ വളരെ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നടത്തി. UDF LDFും താഴെത്തട്ടിൽ വരെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം നടത്തി. LDFിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന് പറഞ്ഞാൽ അടുത്ത ഭരണവും അവർക്ക് തുടരും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചരണം അവർ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ജയിക്കേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. UDFിനെ സംബന്ധിച്ചിടത്തോളം 9 വർഷമായിട്ട് അധികാരത്തിൽ പുറത്ത് നിൽക്കണം. അതുകൊണ്ട് അവർക്കും ജയിക്കേണ്ടത് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് അവർ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നടത്തുമ്പോൾ ഈ ക്ലാഷ് ഓഫ് ദ ടൈറ്റാൻസ്, അതിനിടയിൽ ഈ അൻവർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തടുത്തൊക്കെ വന്നപ്പോൾ അൻവറിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല, അൻവർ ചെറിയ മീനല്ല എന്നുള്ള നിലയിലുള്ള ചർച്ച വന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? 11,000 ചില്ലാനം വോട്ട്, 19,000 ചില്ലാനം വോട്ട് പിടിച്ചിരിക്കുന്നു. 20,000-അടുത്ത് വോട്ട് പിടിച്ചു. ആ ശതമാനം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 12% വോട്ട് അൻവർ എന്ന് പറഞ്ഞ ഒരൊറ്റയാൻ അവിടെ പിടിച്ചിരിക്കുന്നു. അവിടെ BJP എന്ന് പറഞ്ഞാൽ 3 തവണ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് പോലും ഏതാണ്ട് കട്ടിച്ച് 5% വോട്ട് അവിടെ പിടിക്കാൻ കഴിഞ്ഞുള്ളെങ്കിൽ അൻവർ എന്ന് പറഞ്ഞ അയാൾക്ക് വ്യക്തിക്ക് 19,760 വോട്ട് ലഭിച്ചു. സുഹൃത്തുക്കളെ, സ്വാഭാവികമായും നമുക്ക് ഈ അവസരത്തിൽ ഈ അൻവറിൻ്റെ പ്രസക്തി, പ്രാധാന്യം, അയാളെന്തുകൊണ്ട് അത്രയും വോട്ട് പിടിച്ചത് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്, ഒരുപക്ഷെ ഈ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവിനെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള പലരിൽ ഒരാൾ ഞാനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പല തരത്തിൽ പല ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. പിണറായി വിജയൻ്റെ ഒരു ഭടനായിരുന്നു. പിണറായി വിജയൻ തനിക്ക് പിണറായി വിജയൻ പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞിരുന്നു. MLA ആയിരിക്കുമ്പോൾ അയാൾ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ലിയോണെ എന്ന് പറഞ്ഞ രാജ്യത്ത് സ്വർണം മാന്താൻ പോയിരുന്നു. ആ സമയത്തൊക്കെ ശക്തമായി ഞാൻ എതിർത്തിരുന്നു. പിന്നീട് ഏത് രാഷ്ട്രീയ നേതാവിന് എന്തും പറയാമെന്നൊക്കെ ഉള്ള നിലയിൽ അദ്ദേഹം വന്നിരുന്നു. ആ സമയത്ത് ഞാൻ എതിർത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ചിട്ട് കഴമ്പില്ലാത്ത ഒരു ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിശക്തമായി ഞാനതിനെ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അനധികൃതമായിട്ടുള്ള പാറമടകൾ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളിടത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ സാംസ്കാരിക പ്രവർത്തകരും കൂടെ ഒരു സന്ദർശനം നടത്തിയിരുന്നു. അതിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ അൻവറിൻ്റെ പല നിലപാടുകളും സംബന്ധിച്ച് അതിശക്തവും അതിരൂക്ഷവുമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ.
എനിക്ക് പ്രാഥമികമായി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് ആ നിലപാടുകളിലൊന്നും ഞാനൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നാണ്. ആ നിലപാടുകളിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ്. എന്നാൽ അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ കുറേ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളോടുള്ള എൻ്റെ സമീപനമാണ് ഞാനിനി എൻ്റെ പ്രേക്ഷകരോട് വിശദീകരിക്കാം. സുഹൃത്തുക്കളെ, അത് പറയുമ്പോൾ നമ്മൾ ആദ്യമായി പറയേണ്ട ഒരു കാര്യം എന്താ? ആദ്യമായി പറയേണ്ടത്, നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ, UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ LDF നിന്നൊരു സീറ്റ് UDF പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണല്ലോ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കും തല ഉയർത്തിപ്പിടിച്ച് നിന്ന് UDF പോകാൻ കഴിയുന്നത്. ഇപ്പോൾ പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇനിയൊരു കാവൽ മന്ത്രിസഭയാണ് കേരളത്തിൽ നിലനിൽക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ആദ്യമായി പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, അതിനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തത് തന്നെ PV അൻവർ അല്ലേ? നമുക്കത് കാണാതിരിക്കാൻ കഴിയുമോ? PV അൻവറിന് പിന്നെ ഈ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ 10 വിമർശിക്കുകയും 10 ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ തുടരാമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് UDF മറ്റേ കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായി 2026 മെയിലെ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ അൻവറിന് മത്സരിക്കാമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാധ്യതകളെല്ലാം അൻവറിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അൻവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തൻ്റെ MLA സ്ഥാനം രാജിവെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടക്കാനും ആ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടാനും പിണറായി വിജയൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാനും കഴിഞ്ഞത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി അദ്ദേഹം ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ എന്താണ് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? അദ്ദേഹം കുറേ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആ MLA സ്ഥാനം രാജിവെക്കുന്നത്. അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്? വളരെ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളല്ലേ അൻവർ ഉയർത്തിയത്? പോലീസിനകത്തുള്ള RSS വൽക്കരണം, MR അജിത് കുമാർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം, MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളയും രാംമാധവനെയും കാണാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അതിൽ MR അജിത് കുമാർ, സുജിത് ദാസ് പോലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം, മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തിലുള്ളവരെ കൂടുതൽ കേസിൽ കുരുക്കാൻ വേണ്ടിയിട്ട് കേസുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം, മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിങ്ങളെ തീവ്രവാദികളുമായി ഇക്വേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. അങ്ങനെ ആ നിലയിൽ അതിഗുരുതരമായിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ഒരുപക്ഷെ UDF മുന്നിൽ നിന്ന് ഉയർത്തിയത് PV അൻവർ അല്ലേ സുഹൃത്തുക്കളെ? ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് PV അൻവറിനെ മറക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ എന്താണ്? MR അജിത് കുമാർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് MR അജിത് കുമാറിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് DGPയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. DGP റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളടക്കത്തിൽ MR അജിത് കുമാർ വലിയ തോതിലുള്ള ഗുരുതരമായിട്ടുള്ള പിഴവുകൾ MR അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു. ആ റിപ്പോർട്ടിൽ പറയാനുള്ള കാര്യങ്ങൾ ആദ്യം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അൻവർ അല്ലേ? UDF മുന്നിൽ നിന്ന് അയാളല്ലേ അത് ഉയർത്തിയത്? അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അൻവർ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ ഇനി അത് മാത്രമാണോ? P ശശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ അതൊക്കെ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ച് ഈ സർക്കാരിനെതിരെ പോരാടുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ PV അൻവർ ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാജി സമർപ്പിച്ചത്? ഒരു ചെറിയ കാര്യമാണോ? യഥാർത്ഥത്തിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അൻവർ ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചത്? വലിയ സംഭവമല്ലേ കേരളത്തിൽ? അതിന് പിണറായി വിജയൻ ഉൾപ്പെടെ മറുപടി പറയേണ്ടി വന്നില്ലേ?
പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ ആ മാസങ്ങളിലൊക്കെ പറഞ്ഞ മറുപടി മുഴുവൻ UDF അൻവറിനായിരുന്നു. എന്നെ പുറകിൽ നിന്ന് ഒരാൾ കുത്തി എന്നൊക്കെ പറഞ്ഞു അൻവറിനെതിരെ പരസ്യമായി നിലപാടെടുത്തു. അപ്പോൾ പിണറായി വിജയന് പോലും അൻവറിനെതിരെ അത്തരത്തിൽ നിലപാടെടുക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ റിയാസിനെതിരായിട്ടുള്ള സമരം, മരുമോനെതിരായിട്ടുള്ള സമരം, യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ വർഷങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ശക്തമായി അൻവർ ഉന്നയിച്ചു എന്നിടത്താണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ അൻവറുമായി താതാത്മ്യം പ്രാപിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. യഥാർത്ഥത്തിൽ ഈ പിണറായിസം എന്നും മരുമോനിസം എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് വാചകങ്ങൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിന് സംഭാവന ചെയ്തത് അൻവറല്ലേ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അൻവർ പറഞ്ഞത് എന്താണ്? പിണറായിസവും ജനങ്ങളും തമ്മിലാണ് സമരം. ഒരു വശത്ത് പിണറായിസം, മറുവശത്ത് ജനങ്ങൾ എന്ന് പറയുകയല്ലേ എന്ന് പറഞ്ഞത് ആദ്യമായി അൻവറല്ലേ? മരുമോനിസം എന്ന് പറഞ്ഞത് അൻവറല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അയാൾ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അയാൾ ധാർമ്മികമായൊരു നിലപാടെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവാനിടയായത്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ അതുപോലുള്ള വിഷയങ്ങളിൽ അൻവറുമായി താതാത്മ്യം പ്രാപിക്കാതിരിക്കാൻ ഈ പിണറായിസത്തിനെതിരെ സമരം ചെയ്യുന്ന പൊതുപ്രവർത്തകർക്ക് കഴിയില്ല. പക്ഷെ അതേസമയം തന്നെ അൻവറിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പാകപ്പിഴകളുണ്ട്. ആ പാകപ്പിഴകൾ നമ്മൾ പുറത്ത് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എന്ത് വായിൽ വന്നാലും വിളിച്ചു പറയുന്നൊരു സ്വഭാവം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെ വാവിട്ട വർത്തമാനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നെ ആഭ്യന്തരമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും എന്നെ ആക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. MP ഗോവിന്ദനെ സെക്രട്ടറി ആക്കിയത് വരെ താനാണെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ കാട്ടുമൃഗങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് എനിക്ക് 3000 കോടി രൂപയും 2 സ്റ്റാഫിനെയും തരണം എന്ന് അദ്ദേഹം പറഞ്ഞു. LDFന് 40% വോട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ചെവി രണ്ടും അരിഞ്ഞെടുത്ത് നിങ്ങൾക്ക് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് 100 കണക്കിന് കർഷകരുമായി കാൽനട ജാഥയായിട്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം രാത്രി 10 മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് ആര്യാടൻ ഷൗക്കത്ത് 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ വാവിട്ട വർത്തമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതൊക്കെ തിരുത്തപ്പെടണം, ഇനി ആരും തർക്കവുമില്ല. പക്ഷെ അതൊക്കെ തിരുത്തപ്പെടണം എന്ന് പറയുമ്പോഴും അദ്ദേഹം എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാടുകൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് വേണം ഈ 19,000 ചില്ലാനം വോട്ടുകളെ കാണാൻ എന്ന് എനിക്ക് സൂചിപ്പിക്കാം. സുഹൃത്തുക്കൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വശത്ത് ശക്തമായി LDF, ഒരു വശത്ത് ശക്തമായി UDF, അതിനിടയിലാണ് ഇയാൾ നിന്ന് മത്സരിച്ചത്. ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ ബൂത്ത് തലത്തിൽ നിന്നും പ്രവർത്തിക്കാനൊന്നും ആളിപ്പോൾ എന്നോട് ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞാണ്, സാറേ അത് ബൂത്ത് തലത്തിലൊന്നും അയാൾക്ക് ആളില്ല, അയാൾ വീട് കയറി ഇറങ്ങാൻ ആളില്ല, അതില്ല ഇതില്ല, പിന്നെ എങ്ങനെയെന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. ശരിയാണ്, അയാൾക്ക് ബൂത്ത് തലത്തിലൊന്നും പ്രവർത്തിക്കാൻ ആളുണ്ടായിരുന്നില്ല. അതേസമയം മറ്റവർ താഴെത്തട്ടിലെ ബൂത്തുകളിൽ പോലും പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ MP-മാരും MLA മാരും മന്ത്രിമാരും എല്ലാം UDFനും LDFനും വേണ്ടി വീട് കയറി കിടന്ന് പ്രവർത്തിക്കുകയാണ്. ബൂത്ത് തല പ്രവർത്തനം നടത്തുമ്പോൾ അയാളുടെ കയ്യിലൊന്നുമില്ല. നമുക്ക് ഓർമ്മയില്ലേ, കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം LDFും UDFും കൊട്ടിക്കലാശം നടത്തുമ്പോൾ അയാളൊരു തട്ടുകടയിൽ നിന്ന് നെയ്യപ്പം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കണ്ട ഓർമ്മയില്ലേ നമുക്കത്? പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും അയാൾക്ക് 19,000 ചില്ലാനം വോട്ട് പിടിക്കാൻ കഴിഞ്ഞു. അതിൽ 14,000 വോട്ടും അയാൾ LDFിൻ്റെതാണ് പിടിച്ചത്. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയല്ലേ? സാധാരണ CPM പ്രവർത്തകരുടെ നെഞ്ചിലേക്ക് കടന്നു കയറാൻ അൻവറിന് കഴിഞ്ഞിരിക്കുന്നു. ചെറിയ കാര്യമാണോ? അല്ല എന്നല്ലേ ഇത് തെളിയിക്കുന്നത്. ചെറിയ തോതിൽ വോട്ട് UDFിൻ്റെ തോതിൽ പിടിച്ചിട്ടില്ലേ? അപ്പോൾ അയാളുടെ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് UDFനും പാഠങ്ങൾ പഠിക്കേണ്ട, അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു വിഷയത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ ആത്മാർത്ഥതയോടുകൂടി, ആർജവത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി ഇറങ്ങണം. താൻ ഇറങ്ങുന്നത് അവസാനം വരെ താൻ നിൽക്കുമെന്ന് തോന്നുന്ന നിലയിൽ ഇറങ്ങണം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ എന്ന് പറഞ്ഞ ഈ പ്രതിഭാസം നിലമ്പൂരിൽ നേടിയിട്ടുള്ള ഈ 19,000 ചില്ലാനം വോട്ട് എന്ന് പറയുന്നത് അത് പല കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ ഭാഗമാക്കാതെ ഇനി UDFിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. സതീശനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വേറെ എടുക്കുന്നുണ്ട്. പിണറായിസത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമാണ് നയിക്കാൻ UDF ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി PV അൻവറിനെ ഉൾക്കൊള്ളാതെ ഒരു ഇഞ്ച് പോലും UDFിന് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നടക്കുക തന്നെ ചെയ്യും. അൻവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബേപ്പൂരിൽ മത്സരിക്കും റിയാസിനെതിരെ എന്ന് പറഞ്ഞത്. അയാളെ ശരിക്കും ബേപ്പൂരിൽ മത്സരിപ്പിക്കുകയാണ് UDF. അയാൾ മരുമോനെയും തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ
അൻവർ പിന്നെ ഈ അൻവറിൻ്റെ 19,000 ചിലവാനം വോട്ട് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് LDF കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ തന്നെ UDFും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അൻവറിൻ്റെ പാകപ്പിഴവുകൾ ഒഴിവാക്കി അയാളൊരു നല്ല നേതാവായി ഇവോൾവ് ചെയ്തു വന്നാൽ അത് പിണറായിക്കെതിരായിട്ടുള്ള സമരത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.